ഡേറ്റ സയൻസ് ഇൻ്റർവ്യൂസിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ലോജിസ്റ്റിക് റിഗ്രഷൻ. ഒരു ക്ലാസിഫിക്കേഷൻ ടാസ്ക് ആണ് നമ്മുടെ കയ്യിലെങ്കിൽ, അതായത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ട ഔട്ട്പുട്ട് ഒരു കാറ്റഗറിക്കൽ അല്ലെങ്കിൽ ഒരു ബൈനറി ഫോമിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ മെഷീൻ ലേണിംഗ് ആൽഗറിതംസ് ആണ് ലോജിസ്റ്റിക് റിഗ്രഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്ന നമ്പർ ഓഫ് അവേഴ്സിനനുസരിച്ച് ദ ചാൻസസ് ദാറ്റ് ഹി മൈറ്റ് പാസ് ഓർ നോട്ട് പ്രെഡിക്റ്റ് ചെയ്യേണ്ടപ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഇതിൽ യൂസ് ചെയ്യുന്ന മോഡൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫങ്ഷനിനെ നമ്മൾ ലോജിസ്റ്റിക് ഫങ്ഷൻ അല്ലെങ്കിൽ സിഗ്മോയിഡ് ഫങ്ഷൻ എന്ന് വിളിക്കും. ഇതിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു എസ് ഷേപ്ഡ് അല്ലെങ്കിൽ സിഗ്മോയിഡ് റിലേഷൻഷിപ്പിലായിരിക്കും ഉണ്ടാവുക. ഒരു എസ് കേർവ് പോലെ ആയിരിക്കും ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുക. അതായത് ആദ്യം നമ്മൾ ഇൻപുട്ട് കൂട്ടുമ്പോൾ ഔട്ട്പുട്ട് വളരെ സ്ലോ ആയി കൂടുകയോ കുറയുകയോ ചെയ്യും. പിന്നെയും ഇൻപുട്ട് ഇൻക്രീസ് ചെയ്താൽ ഔട്ട്പുട്ട് സ്പീഡായി ഇൻക്രീസോ ഡിക്രീസോ ചെയ്യും. ആഫ്റ്റർ എ പോയിൻറ്റ് പിന്നെയും ഇൻപുട്ട് ഇൻക്രീസ് ചെയ്താൽ അഗെയിൻ ഔട്ട്പുട്ട് വളരെ സ്ലോ ആയി ഇൻക്രീസോ ഡിക്രീസോ ചെയ്യും. അതാണ് എസ് ഷേപ്ഡ് കർവ്. അത് കാരണമാണ് ഇതിനെ സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ.